ഇത് എഗ് പ്ലാന്റ്, അതായത് വലിയ വഴുതനങ്ങ. ഇതുകൊണ്ട് നമുക്കിന്ന് വഴുതനങ്ങ കൊണ്ട് നമുക്ക് ബാങ്കൻ ഭർത്ത, ഹിന്ദിക്കാരുടെ സബ്ജിയാണ്, ഇത് നമുക്ക് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് 2 വലുത് മേടിച്ചിട്ടുണ്ട്. 2 മേടിച്ച് അത് മുറിച്ചൊക്കെ നോക്കി. മുറിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ വല്ല നമ്മുടെ കൂട്ടുകാരെങ്കിലും ഉള്ളിൽ ഇരിക്കുന്നുണ്ടോ എന്ന് നോക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് അതൊക്കെ മുറിച്ച് നോക്കിയപ്പോൾ ഒന്നുമില്ല. പിന്നെ അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതായിരുന്നു. ആദ്യം തന്നെ കഴുകി വെച്ചതായിരുന്നു. പിന്നെ അതിൻ്റെ തണ്ടെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് അടുപ്പത്ത് വെച്ച് പിന്നെ സ്റ്റൗവിൽ വെച്ചിട്ട് ചുട്ടെടുക്കണം. അത് നമ്മൾ ചുട്ടെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളൊക്കെ വേകണം. അപ്പോൾ അതൊക്കെ വേകുള്ളൂ. അത് എല്ലാ ഭാഗവും നല്ലപോലെ ചുടണം. ഈ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വഴുതനങ്ങ ഞാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചുട്ടെന്ന് വെച്ചാൽ കുറച്ച് സമയം എടുക്കും. അത് നമുക്കൊരു 10 മിനിറ്റെങ്കിലും വേണം അതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. ഓരോരോ ഭാഗവും ഇങ്ങനെ വേവിച്ചെന്നല്ല, നല്ലപോലെ നമ്മൾ തീൻ്റെ മേലെ അടുപ്പിലൊക്കെ വെച്ച് ചുട്ടെടുക്കുന്ന പോലെ ഇത് പതുക്കെ വെച്ച് ചുട്ടെടുക്കണം. ഓരോ ഭാഗവും തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് ചുട്ടെടുക്കുക. അത് ചുടാൻ വെച്ചതിന് ശേഷം ഒരു വലിയ ഉള്ളി, ഇഞ്ചി, ഒരു കഷ്ണം പച്ചമുളക്, ഒരു 3-4 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു തക്കാളി എല്ലാം ചെറുതാക്കി മുറിച്ച് ഒരു പാത്രത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ പൊളിച്ച് ക്ലീൻ ചെയ്ത് വെച്ച് അത് ക്ലീൻ ചെയ്ത് എല്ലാം ആവുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഇത് നല്ലപോലെ നല്ലപോലെ കരിഞ്ഞ പോലെ മേലെയൊക്കെ എന്താണെന്നാ പറയണ്ടേ, തോല് പോലെ ഇങ്ങനെ ഇളകി വരും. അത് കുറച്ച് അത് ഉള്ളെല്ലാം വെന്ത് കഴിയുമ്പോഴത്തേക്കും തോല് പോലെ ചുളിഞ്ഞ് കറുത്ത് ഉണ്ടാവും. അതെല്ലാം കൂടെ ഇങ്ങനെ പൊളിഞ്ഞിങ്ങ് വരും. ആദ്യം അതെടുത്ത് തട്ടി നോക്കി. അപ്പോൾ നോക്കുമ്പോൾ അത് ചൂട് കാരണം പൊളിക്കാൻ പറ്റുന്നില്ല. ഞാൻ കുറച്ച് നേരം പൊളിച്ച് നോക്കി. അതിന് ശേഷം നോക്കുമ്പോൾ പൊളിക്കാൻ പറ്റാത്തത് കൊണ്ട് പൈപ്പ് ചൂട്ടിൽ വെള്ളത്തിലോട്ട് പിടിച്ചിട്ട് നല്ലപോലെ കഴുകിയെടുത്ത്. ഇത് ഞാനല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, എനിക്ക് സഹായത്തിനൊരു പെണ്ണ് വരും, ഒരു പെൺകുട്ടി. അവളാണ് ഇത് ഉണ്ടാക്കുന്നത്, ഹിന്ദിക്കാരിയാണ്. അപ്പോൾ അവളുടേതാണ് ഈ കുക്കിങ് ഇതൊക്കെ, ഇങ്ങനത്തെ സാധനമൊക്കെ വന്നേക്കുന്നത്. അല്ലാതെ ഞാനും ഉണ്ടാക്കും, പക്ഷേ ഇപ്പോൾ അവളാണ് ഉണ്ടാക്കുന്നത്. അവളാണിത് മുറിക്കുന്നതും പിടിക്കുന്നതും എല്ലാം. എല്ലാം തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി അതിൻ്റെ നല്ല ഇട്ടുണ്ടാവും. അത് കറുത്ത് കരി പോലെ ഇരിക്കും. അങ്ങനെ കറുപ്പിലായിരിക്കും അത്. വേകാനായിട്ട് ഉള്ളെല്ലാം വെന്ത് കിട്ടണ്ടേ. അപ്പോൾ തുണ്ടങ്ങനെ കരിയുന്നിടം വരെ നമ്മളത് സ്റ്റൗവിൽ ഫുൾ ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. അതിന് ശേഷം നമ്മൾ ചീനച്ചട്ടി വെച്ച് അതിനകത്തോട്ട് ജീരകം, കടുകും ഇട്ട് പൊട്ടിച്ച് ഈ മുറിച്ച് വെച്ചേക്കുന്ന പച്ചമുളകും ഉള്ളിയും എല്ലാം കൂടിയിട്ട് നല്ലപോലെ, കറിവേപ്പില എല്ലാം കൂടിയിട്ട് വഴറ്റുക. എന്നിട്ട് ഈ വഴുതനങ്ങ ചൂട് കുറച്ച് തണിഞ്ഞ പാട് അത് ചെറുതാക്കി വേണമെങ്കിൽ മുറിക്കാം, അല്ലെങ്കിൽ കുറച്ച് വലിപ്പത്തിലായാലും മുറിച്ച് വെക്കാം. അത് മുറിച്ച് വെച്ച് സൈഡിൽ വെച്ചിട്ടുണ്ടാവണം. നല്ലപോലെ വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അതിനകത്തോട്ട് മുറിച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കുക. പിന്നെ തക്കാളിയും കൂടി ഇട്ട് നല്ലപോലെ ഇളക്കി, തക്കാളി വേവിച്ചെടുക്കണം നല്ലപോലെ. എണ്ണയിൽ തന്നെ അത് തിരിച്ചും മറിച്ചും ഇളക്കി അത് നല്ലപോലെ എണ്ണ തെളിയുന്നിടം വരെ പേസ്റ്റ് പരുവത്തിൽ നല്ലപോലെ ഉടയ്ക്കണം. ആ പരുവത്തിൽ ആയിക്കിട്ടണം. അതിനകത്തോട്ട് നമ്മൾ 1 സ്പൂൺ മല്ലിപ്പൊടിയും, 1 സ്പൂൺ മുളക് പൊടിയും, 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/2 സ്പൂൺ കുരുമുളകും പൊടി, അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച വഴുതനങ്ങ അതിനകത്തോട്ട് ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി ഉടച്ചെടുക്കുമ്പോഴത്തേക്കും അത് എണ്ണയൊക്കെ കുറച്ച് തെളിഞ്ഞ് വരും. ചെറിയ ചെറിയ പീസുകളും ഉണ്ടാവും, വായിൽ കടിക്കാൻ പാകത്തിന്. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.